കഴിഞ്ഞ പ്രാവശ്യത്തെ ബഫർ സ്റ്റോക്ക് അരവണ 40 ലക്ഷമായിരുന്നുവെങ്കിൽ അതിൽ കൂടുതൽ സംവിധാനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. യഥേഷ്ടം അന്നദാനം കൊടുക്കാനായാലും ചുക്കുവെള്ളം കൊടുക്കാനായാലും കൂടുതൽ സൗകര്യങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയില്ല. പിന്നെ കാലാവധി നീട്ടും എന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ബോർഡിൻ്റെയും കാലാവധി നീട്ടിയില്ലല്ലോ, അതിന് മുമ്പുള്ള ബോർഡിൻ്റെയും കാലാവധി നീട്ടിയില്ലല്ലോ, അതിന് മുമ്പുള്ള ബോർഡിൻ്റെയും കാലാവധി നീട്ടിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും നീട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നിലർപ്പിച്ചൊരു വിശ്വാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ലാതെ സർക്കാർ തലത്തിലോ മറ്റ് തലങ്ങളിലോ ഒന്നും ഒരു കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ചും ഒരു ചർച്ചയും നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം സത്യത്തിൽ എനിക്ക് ശേഷം വരുന്നത് എനിക്ക് അഭിമാനമാണ്. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ദേവസ്വം ബോർഡിന് കൂടുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും ദേവസ്വം ബോർഡിൻ്റെ മറ്റു ക്ഷേത്രങ്ങൾ സംബന്ധിച്ചായാലും കൂടുതൽ ഊർജ്ജമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ശബരിമലയിലെ വികസനം സർക്കാർ അതിന് വലിയ മുന്നൊരുക്കം നടത്തി മുന്നോട്ട് പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ പ്രയോക്താക്കളിൽ ഒരാളാണ് ശ്രീ ജയകുമാർ സാർ. അപ്പോൾ സ്വാഭാവികമായും ജയകുമാർ സാറിനെ പോലുള്ള ഒരാൾ ശബരിമലയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് വലിയൊരു കാഴ്ചപ്പാടാണ് സർക്കാർ അതിലൂടെ കൊണ്ടുവരുന്നത്. അത് കൂടുതൽ ഊർജ്ജമായി മാറും. മാസ്റ്റർ പ്ലാനിന് കൂടുതൽ ഊർജ്ജം പകരുവാനും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുവാനും കൂടുതൽ വികസനം നടത്തുവാനും അത് സഹായമാകും എന്ന കാര്യത്തിൽ അത് തർക്കമില്ല. എനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് സാറിനെ പോലുള്ള ഒരാൾ അവിടെ വരുന്നത്. എന്തിനു വിഷമം? വിഷമം എന്തിനാണ്? 2 വർഷം കാലാവധി പൂർത്തിയായി ഇറങ്ങുന്നത്, അതിലെന്താ വിഷമം?